നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത്. എന്നാൽ ഒരു സാധാരണ മിമിക്രിക്കാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധികകാല താമസം വേണ്ടിവന്നില്ല. സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. തുടർച്ചയായി 13-ലേറെ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തോടെ അദ്ദേഹത്തിന് ജനപ്രീതിയിൽ ഒരിടിവ് സംഭവിക്കുകയും ചെയ്തു. കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു. അതിൽ ഒരാളാണ് ശാന്തിവിള ദിനേശ്. ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സിനിമാ തെരഞ്ഞെടുപ്പുകളുടെ പേരിൽ ദിലീപിനെ വിമർശത്തോടെ നടൻ തന്നെ വിളിക്കാറില്ലെന്ന് പറയുകയാണ് ശാന്തിവിള ദിനേശ്. സിനിമ മാറിയത് ദിലീപ് മനസ്സിലാക്കണ്ടേ? കുഞ്ചാക്കോ ബോബൻ മാറിയതൊക്കെ അയാൾ പഠിക്കണം. അയാളെ ഒരു ചോക്ലേറ്റ് നായകനെ പോലെ കണ്ടതല്ലേ? അവിടെ നിന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ അയാൾ എത്തി എന്ത് രസമാണ് കാണാൻ. ദിലീപ് അതുപോലെ മാറുന്നില്ല. അയാളുടെ ചുറ്റും കുറെ ഉപഗ്രഹങ്ങളുണ്ട്. ദിലീപേട്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്, അപ്പോൾ നിങ്ങൾ ആക്ഷൻ ഹീറോയാകും എന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. അശ്വന്ത് കോക്കൊന്നുമല്ല ദിലീപിനെ നശിപ്പിക്കുന്നത്. നിങ്ങൾ സ്വയം നശിക്കുകയാണെന്ന് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞതിനു ശേഷം ദിലീപ് എന്നെ വിളിച്ചിട്ടേയില്ല. ദിലീപ് സിനിമ പഠിക്കണം. അയാൾക്ക് സിനിമ നന്നായി അറിയാം. പക്ഷേ ആ മാറ്റം മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയാൽ അയാൾക്കൊരു സ്പേസ് ഉണ്ട്. പൃഥ്വിരാജിന് ചാന്ത് പൊട്ടു കുഞ്ഞിക്കൂനനും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ദിലീപിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അത് ചെയ്യണം. അടുത്തിടെ ബെന്നി പി നായരമ്പലം ഒരു കിടിലൻ കഥ എഴുതി. എന്നാൽ അത് വേണ്ടെന്ന് വെച്ചാണ് ദിലീപ് ബാന്ദ്ര ചെയ്തത്. അതെന്തൊരു കൂതറ പടമാണ്. ദിലീപിന് ജ്യോതിഷത്തിലും ദൈവത്തിലുമൊക്കെ ആവശ്യത്തിലധികം കമ്പനി അടിക്കുന്ന ആളാണ്. ദൈവവുമായി അധികം കമ്പനി അടിക്കരുത്. അത് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. ഇതുപോലെ നാലാംകിട പടം ചെയ്യുന്നതാണ് അയാളുടെ പരാജയം. സിനിമാ അസോസിയേഷനുകളിൽ, പ്രത്യേകിച്ച് അമ്മയിലൊക്കെ പുതിയ താരങ്ങൾ ചേരാത്തത് സംഘടനയുടെ നിയമാവലിയൊക്കെ പാലിക്കാൻ സാധിക്കാത്തതിനാലായിരിക്കും. വലിയും കുടിയൊന്നും ഇല്ലാതെ പറ്റില്ലല്ലോ. സംഘടനയിൽ അംഗമായാൽ പിന്നെ ആ ചട്ടക്കൂടിൽ ജീവിക്കണ്ടേ. അതുകൊണ്ട് അമ്മയിൽ അംഗമായില്ലെങ്കിൽ നഷ്ടം അവർക്ക് തന്നെയാണ്. അമ്മയിൽ അംഗമായാൽ സൗജന്യമായ ഇൻഷുറൻസ്, 5000 രൂപ പെൻഷൻ, അങ്ങനെ സംഘടന എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇന്നത്തെ താരങ്ങൾക്ക് വേണ്ട. കാരണം ഇന്ന് ആദ്യം പടം വിജയിച്ചാൽ രണ്ടാമത്തെ പടത്തിന് 2 കോടിയാണ് പ്രതിഫലം. കോടികൾ ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് സംഘടന എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ കൊണ്ടായിരിക്കും അംഗത്വമൊന്നും വേണ്ടാത്തത്. സംഘടനയിൽ ചേർന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ബംഗ്ലാവിൽ ഔദ എന്ന എന്റെ സിനിമയിൽ കലാഭവൻ മണിയായിരുന്നു നായകനാകേണ്ടിയിരുന്നത്. ഒരിക്കലും ഒരു പരിപാടിയിൽ വെച്ച് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ. അതുകൊണ്ട് കാശ് മുടക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് അനുസരിച്ച് നിൽക്കണം, അല്ലാതെ താരങ്ങളുടെ പിറകിൽ നടക്കരുതെന്ന് ഞാൻ പ്രസംഗിച്ചു. സംവിധായകൻ ഷാജി കൈലാസ് ഈ പ്രസംഗം എടുത്ത് ഹൈദരാബാദിലുള്ള കലാഭവൻ മണിയെ കേൾപ്പിച്ചു. ഷാജി കൈലാസ് എനിക്ക് പാര വെച്ചതല്ല, പക്ഷേ മണി എന്നോട് ചൂടായി. സുരേഷ് ഗോപി ചേട്ടൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഗണേഷ് ചേട്ടന്റെ കാറിൽ സഞ്ചരിച്ച ഒറ്റ പരിചയം കൊണ്ടല്ലേ ഡേറ്റ് തന്നത്. എന്നിട്ട് താരങ്ങളെ ബഹുമാനിക്കാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബഹുമാനിക്കേണ്ടതല്ലേ? ഞങ്ങൾ സംവിധായകരും നിർമ്മാതാക്കളും ഉണ്ടെങ്കിലേ താരങ്ങൾ ഉള്ളൂവെന്നാണ് പറഞ്ഞതെന്ന്. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. മണിക്ക് മനസ്സിലായി അയാൾ മുൻപ് കണ്ട സംവിധായകനെ പോലെയല്ല ഞാനെന്ന്. അങ്ങനെ അടുത്ത ദിവസം ഞാൻ ചാലക്കുടിയെത്തും വിളിക്കുമെന്ന് മണി പറഞ്ഞു. പക്ഷേ രാത്രി ഞാൻ തീരുമാനിച്ചു ഇനി മണിയെ വെച്ച് സിനിമ ചെയ്യുന്നില്ലെന്ന്. അങ്ങനെയാണ് ലാലിനെ സമീപിക്കുന്നതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. കേസൊന്നും എവിടെയും എത്തിയില്ല. പുള്ളിക്ക് ഇനിയും അവസരമുണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ ശാന്തിവിള ദിനേശ് പറഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു. ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചുകൂടി. സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ, അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യരുടെ ഇടിവെട്ട് ഡയലോഗ് വന്നത്. കേസ് വഴിതിരിയുന്നത് അവിടെ വെച്ചാണ്. ഒരു ഉജ്ജ്വല നിരീക്ഷണം അങ്ങനെ മഞ്ജു വാര്യർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു. വേറെ ആരുമല്ലല്ലോ, മഞ്ജു വാര്യരല്ലേ പറയുന്നത്, സാക്ഷാൽ ദിലീപിന്റെ 1ാം ഭാര്യ. അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെപ്പോയി. പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകെയായി എല്ലാവരും. സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ. പിറ്റേന്നു മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി. നടിയെ ആക്രമിച്ച 7 എണ്ണത്തിനെ പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി. ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി. ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു. അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോൾ മഞ്ജു വാര്യർ തിരുത്താനൊന്നും പോയില്ല. ഈ സമയത്താണ് WCC ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും.
അതിന്റെ നേതാവ് ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്നു. പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന് 100 ഇരട്ടി പ്രാധാന്യം നേടി. പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട വിരോധാഭാസം. കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചുകൊടുക്കുന്ന സംഭവങ്ങൾ വരെയുണ്ടായി. ദിലീപിന്റെ വസ്തുതകളുടെ മതിൽ ഇടിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐയുടെ അക്കാലത്തെ ജോലി. ഇതേ പുട്ട് പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും. ചാലക്കുടിയുടെ ഡി സിനിമാസ് സർക്കാർ പുറമ്പോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്നും പറഞ്ഞ് ഒരു കൂട്ടരും. ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെക്കുറിച്ച് മുൻപത്തെയൊരു കൊടികുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകൻ അടക്കം രംഗത്ത് വന്നിരുന്നു. ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത്. ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി അതുടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷം. അതിന്റെ ഫലം ഉടൻ കാണാനായി. ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ച് അകത്തിടുന്നുവെന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത്. എല്ലാ കുറ്റവാളികളെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ച് അകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ്. ഭയങ്കരം തന്നെ. 85 ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി. കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു. അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ഈ കേസിൽ വിധി പറയരുത്, യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കരുത്. നിങ്ങൾ ആരെയും ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ദിലീപിന് ശിക്ഷ നൽകാതെ വിട്ടുകളയുമോ എന്ന പേടി കൊണ്ടായിരിക്കാം ഉപഹർജികൾ കൊടുത്ത് കേസ് നീട്ടി കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ ഉപഹർജി വരുമ്പോൾ അത് സ്വീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ദിലീപ് രംഗത്ത് വരും. ദിലീപ് ഉപഹർജിയെ എതിർക്കുമ്പോൾ കോടതി ചോദിക്കുക നിങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതിൽ കക്ഷി ചേരുന്നത് എന്നാണ്. എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശ് കളയാമെന്നതാണ് ഇതിലെ ഏക കാര്യം. എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഒരു 10 കോടി രൂപയെങ്കിലും ചെലവായി കാണുമെന്നാണ്. അതിജീവിതയ്ക്കും അത്രയുമായി കാണും. കാരണം അവരും അധികവും സ്വന്തമായി വക്കീലിനെ വെച്ചൊക്കെയാണ് കേസ് നടത്തിയതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു.